ചന്ദ്രയാൻ 3 അതെ, ബഹിരാകാശ രംഗത്ത് ത്രിവർണ വിസ്മയങ്ങൾ തീർക്കാൻ വെമ്പുന്ന രാജ്യത്തിന്റെ വിജയ പതാക. നമ്മുടെ ശാസ്ത്ര സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. ചന്ദ്രയാൻ 2 സംഭവിച്ച പാളിച്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് പുതിയ ദൗത്യത്തിന് ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ രാജ്യത്തിന്റെ ചാന്ദ്ര പരിവേഷണ ദൗത്യത്തിന് വീണ്ടും ഒരു പൊന്തൂവൽ കൂടി. ചന്ദ്രയാൻ പരമ്പരയുടെ ഉത്ഭവം 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 1990കളുടെ അവസാന ഘട്ടത്തിലാണ് ചന്ദ്രനിലേക്ക് ഇന്ത്യൻ ശാസ്ത്ര ദൗത്യം എന്ന ആശയം ഉയർന്നു വന്നത്. അതിന്റെ വിജയമെന്നോണം 2008 ഒക്ടോബർ 22 ചന്ദ്ര ഓർബിറ്ററും ഇമ്പാക്ടറും അടങ്ങുന്ന ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. അത് വൻ വിജയം. പദ്ധതിയെ ഇന്ത്യയെ ഒരു ബഹിരാകാശ ശക്തിയായി ഉയർത്തി. 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഭാഗികമായി മാത്രം വിജയിച്ചത് ഇന്ത്യയെ തളർത്തിയില്ല. ചന്ദ്രയാൻ 2 ക്രാഷ് ലാൻഡിംഗ് ചന്ദ്രയാൻ പരമ്പരയുടെ 3ാം ഘട്ടം ആരംഭിക്കാൻ ISROയെ നയിച്ചു. ഇന്ന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ എന്താണ് ചന്ദ്രയാൻ 3 ഒന്ന് നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയ 3ാമത്തെ ചന്ദ്ര പരിവേഷണമാണ് ചന്ദ്രയാൻ 3 പേടകം. ഇന്ത്യയുടെ സോഫ്റ്റ് ലാൻഡിംഗ് പ്രാവീണ്യം ഒരു നക്ഷത്ര ശരീരത്തിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് ISRO ഈ പേടകം ആസൂത്രണം ചെയ്തത്. ഇതൊരു റോവറും ലാൻഡറും മാത്രമേ ഉൾക്കൊള്ളൂ. ചന്ദ്രയാൻ 2 നിന്ന് ഒരു ഓർബിറ്റർ വഴി ഭൂമിയുമായി ആശയവിനിമയം നടത്തും. ഈ അഭിലാഷ ദൗത്യം നിരവധി കോൺഫിഗറേഷനുകളും സംയോജനവും അറിവും ഉൾക്കൊള്ളുന്നു. കൂടാതെ ബഹിരാകാശ പേടകത്തെ വിലയിരുത്തുന്നതിന് മറ്റ് നിരവധി വിശദമായ പരിശോധനകളും ആവശ്യമാകുന്നു. അതിനാൽ ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. ഓർബിറ്റർ, റോവർ, ലാൻഡർ എന്നിവ ഉപയോഗിച്ച് ചന്ദ്രയാൻ 2 ബഹിരാകാശ പേടകത്തെ അയക്കാൻ ISRO ചന്ദ്രയാൻ 2 ദൗത്യം രൂപകൽപ്പന ചെയ്തു. ഏറ്റവും ശക്തമായ ജിയോ സിങ്ക്രണൈസ് വാഹനങ്ങളിലൊന്നായ GSLV Mark 3യിൽ നിന്ന് അവർ ഈ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. സോഫ്റ്റ് ലാൻഡിംഗിൽ വിക്രം ലാൻഡറിന്റെ പരാജയം ചന്ദ്രനിൽ സഞ്ചരിക്കാനുള്ള റോവർ പ്രയാഗിന്റെ ശ്രമത്തിന് തടസ്സമായി. ഇത് ചന്ദ്രധ്രുവ പരിവേഷണ ദൗത്യത്തിന് ആവശ്യമായ ഇന്ത്യയുടെ ലാൻഡിംഗ് കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് മറ്റൊരു ദൗത്യത്തിന് ശ്രമിക്കുന്നതിന് കാരണമായി. ചന്ദ്രയാൻ 3 ബഹിരാകാശ പേടകത്തിന്റെ രൂപകൽപ്പനയും അതുപോലെ തന്നെ പേടകത്തിന്റെ സവിശേഷതകളും ഒന്ന് നോക്കാം. ISROയുടെ ചന്ദ്രയാൻ 3 ലാൻഡർ 4 ത്രോട്ടിൽ എഞ്ചിനുകളാൽ പ്രവർത്തിക്കും. കൂടാതെ ഇതിന് ലേസർ ഡോപ്ലർ വെലോസിമീറ്റർ നൽകും. ചന്ദ്രയാൻ 3 ഒരു ലോവറും ലാൻഡറും ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് പറക്കും. ചന്ദ്രയാൻ 2 പോലെയുള്ള ഒരു ഓർബിറ്ററും ഇതിൽ ഉൾപ്പെടില്ല. ചന്ദ്രന്റെ ഉപരിതലം, പ്രത്യേകിച്ച് ഏതാനും ബില്യൺ വർഷങ്ങളായി സൂര്യപ്രകാശം ലഭിക്കാത്ത പ്രദേശങ്ങൾ പരിശോധിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ചന്ദ്രോപരിതലത്തിലെ ഇരുണ്ട ഭാഗങ്ങളിൽ മഞ്ഞുപാളികളുടെയും ധാരാളമായി ധാതുക്കളുടെയും സാന്നിധ്യം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരും സംശയിക്കുന്നു. കൂടാതെ ഈ പരിവേഷണം ഉപരിതലത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെ ഉപരിതലത്തെയും എക്സോസ്ഫിയറിനെയും പഠിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ പേടകത്തിൽ റോവർ ചന്ദ്രയാൻ 2 നിന്നെടുത്ത് ഓർബിറ്റർ വഴി ഭൂമിയുമായി ആശയവിനിമയം നടത്തും. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ചിത്രങ്ങൾ എടുത്ത് ഉപരിതലത്തെ പഠിക്കും. ചന്ദ്രയാൻ 3 ബഹിരാകാശ പേടകത്തിന്റെ പ്രവർത്തന സമയം നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശ പേടകം ചന്ദ്രനിലേക്ക് എത്താൻ ഏകദേശം 1 മാസം എടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പേടകം ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 23-നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ചന്ദ്രദിനം പ്രവർത്തിക്കും. ചന്ദ്രനിലെ ഒരു ദിവസം ഭൂമിയിലെ 14 ദിവസത്തിന് തുല്യമാണ് എന്നതിനാൽ 14 ദിവസമാണ് ചന്ദ്രയാൻ 3 ചന്ദ്രോപതലത്തിലെ പ്രവർത്തനം നടക്കുക. അപ്പോൾ ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് കാത്തിരിക്കാം. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയൊരു കുതിപ്പ് തന്നെയാകും ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമാകുമ്പോൾ.